أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. أخذ الصحابة ما أتاهم من هدي واستسلموا لعقيدة الفرقان. ما أولوا أو عطلوا أو شبهوا بل صدقوا ما جاء في إذعاني. لم يعملوا أفكارهم في ذاته أو في صفات الخالق الحنان. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹസമ്പന്നരായ
സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരിപാടിയുടെ 2ാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. സത്യം മാത്രം സംസാരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നലെ ഇവിടെ മുമ്പ് കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ വളരെ മോശമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രബോധകന്മാരെയും ചിത്രീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളുടെയെല്ലാം നിജസ്ഥിതി ഇന്നലെ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗിച്ച പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലേക്ക് ആദർശപരമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് കൂടുതലായും ഇന്നലെ പ്രവേശിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശ മേഖലകളിലൂടെയുള്ള ഒരു പ്രഭാഷണ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ ഏറെ ബഹുമാനത്തോടുകൂടി അല്ലാഹുവിൻ്റെ റസൂലിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അവിടുത്തെ തിരുനാമം കേൾക്കുമ്പോൾ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ആ മഹനീയമായ വ്യക്തിത്വത്തിന് വേണ്ടി അല്ലാഹുവിനോട് സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കുകയും ആ മഹനീയമായ വ്യക്തിത്വത്തിൻ്റെ ആദർശങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതും ഏറ്റവും പ്രധാനമായ ഒരു സംഗതിയായി കാണുന്ന പ്രബോധക സംഘടനയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ റസൂല് സാധാരണക്കാരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എനിക്കും നിങ്ങൾക്കുമുള്ളതിൽ കവിഞ്ഞ് യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന, റസൂലുള്ളാഹിനെ പുച്ഛിക്കുന്ന, റസൂലുള്ളാഹിനെ അപമാനിക്കുന്ന, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്തുകളെയും അതുപോലെ തന്നെ അമാനുഷികമായ സംഭവങ്ങളെയുമൊക്കെ നിഷേധിക്കുന്ന വിഭാഗമാണ് മുജാഹിദുകൾ എന്ന് ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികൻ കാര്യമായി തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ കണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, മഹാന്മാർ ഈ ലോകത്ത് വന്നുപോയി. ആ പ്രവാചകന്മാര് മുഴുവൻ മനുഷ്യരാണ് എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അല്ലാഹു ഈ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പ്രവാചകന്മാർ മനുഷ്യരായാലേ പറ്റുകയുള്ളൂ. കാരണം
ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വിശപ്പ് തോന്നുന്ന, ദാഹം തോന്നുന്ന, ക്ഷീണം തോന്നുന്ന, ഉറങ്ങുന്ന, മയങ്ങുന്ന, അതേപോലെ തന്നെ വികാരവിചാരങ്ങളുള്ള ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നന്നാക്കാൻ വേണ്ടി, അവർക്ക് മാതൃകയാവാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞേക്കുന്നത്. ആ പ്രവാചകന്മാർ ഇവിടെയുള്ള മനുഷ്യർക്ക് മാതൃകയാവണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ആ നിലക്കുള്ള ആളുകൾ തന്നെയായിരിക്കണം അവരിലേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടത്. അവരുടെ പ്രകൃതിയുള്ള ആളുകളായിരിക്കണം അവരിലേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നത്. മനുഷ്യപ്രകൃതിയുള്ളവരല്ലാത്ത, മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ, അതല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളെ, വിഭാഗത്തെ, മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി അയക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല്, ആ പ്രവാചകൻ ഈ മക്കയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിന് ദഅവത്ത് നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾക്കിടയിലുണ്ടായ പല സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 95-ാമത്തെ ആയത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലാഹു തആല പറയുന്നു: ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. അല്ലാഹു തആല അവിടെ വിശദീകരിക്കുന്നു, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ, ഭൂമിയിൽ മലായികത്തുകളായിരുന്നുവെങ്കിൽ, യംശൂന, ഈ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മലായികത്തുകളാണ് ഈ ഭൂമിയിലുള്ളായിരുന്നതെങ്കിൽ, യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ, വാനലോകത്ത് നിന്ന് അവരിലേക്ക് നാം ഇറക്കുക തന്നെ ചെയ്യുമായിരുന്നു. മലക്കർ റസൂലാ, റസൂലായിട്ട് വരും മലക്കിനെ നാം അയക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മലക്കുകളായിരുന്നു. ആ മലക്കുകളെ നന്നാക്കാനാണ് അല്ലാഹു ഒരു ദൂതനെ അയക്കുന്നതെങ്കിൽ അല്ലാഹു അയക്കുക ഒരു മലക്കിനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ടൊരു മനുഷ്യനെ ഈ മനുഷ്യരിലേക്ക് അയച്ചുവെന്നോ? മനുഷ്യന് മാതൃകയാവാൻ മനുഷ്യപ്രകൃതിയുള്ള ആള് തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനായിരിക്കും. അവർ ചോദിച്ചില്ലേ റസൂലുള്ളാഹിനെ കളിയാക്കാൻ വേണ്ടി, മാലിഹാദർ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, അങ്ങാടിയിലൂടെ അദ്ദേഹം നടക്കുന്നല്ലോ, ഭക്ഷണം കഴിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതെന്തൊരു നബിയാണ്, എങ്ങനെ ഈ ആള് നബിയാകാൻ കൊള്ളുമെന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അങ്ങനെ തന്നെയുള്ള ആളുകൾ തന്നെയാണ് നബിമാരായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യരായിട്ട് വരുന്ന ഈ പ്രവാചകന്മാർ അവരും വഫാത്തായി പോകുന്നവർ തന്നെയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും തന്നെയും ശാശ്വതത്വം നാം നിശ്ചയിച്ചിട്ടില്ല നബിയേ. ഈ ലോകത്ത് എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. എല്ലാ ആത്മാക്കളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ആരും തന്നെ ഒഴിവല്ല. മരണമില്ലാത്തവൻ റബ്ബല്ലയോ. അതുകൊണ്ടല്ലേ തവക്കുലിന്റെ വിഷയം പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമുള്ള ഒരു വിശേഷണമല്ലയോ, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, നീ തവക്കുലാക്കിക്കോ അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ നീ ബരമേൽപ്പിച്ചോ, അല്ലദീ ലാ യമൂതു, ആ ആൾ മരിക്കുന്നതല്ല, അല്ലാഹു മരിക്കുന്നവനല്ല. മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാരോ അത് അല്ലാഹുവാണ്. അവന്റെ മേൽ നീ ബരമേൽപ്പിച്ചോ എന്ന് അല്ലാഹു തആല പറയുന്നു.
അപ്പൊ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള വ്യക്തികളാണ് പ്രവാചകന്മാർ. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ തെരഞ്ഞെടുക്കുന്നു. പ്രവാചകത്വം എന്ന് പറയുന്നത് നബിമാര് ആഗ്രഹിച്ച് കിട്ടുന്നതല്ല, ആഗ്രഹിച്ചവർക്കൊന്നും കിട്ടിയിട്ടുമില്ല. ഞാൻ നേതാവായാൽ കൊള്ളാമെന്നും എനിക്കെന്തേ നുബുവത്ത് കിട്ടാത്തതെന്നുമൊക്കെ മോഹിച്ച് പലരും നടന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊന്നും ആശ പൂവണിയിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്ന ആളുകളെ അവൻ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. അത് അവരാഗ്രഹിച്ചിട്ടല്ല, അവരാഗ്രഹിച്ചാൽ കിട്ടുന്നതുമല്ല. ആരെ തെരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചയക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാര് പ്രബോധനം ചെയ്യുന്നത്, അഥവാ ആ മനുഷ്യന്മാർക്കിടയിലാണ് ഈ മനുഷ്യന്മാർ വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്നത് എന്നതിനാൽ പ്രബോധിതരായ ആളുകൾക്കില്ലാത്ത പ്രകൃതിയുടെ ഉടമയാവുക എന്നത് മാതൃകാപരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. അതുകൊണ്ട് മാതൃകയാവേണ്ട ജനങ്ങൾക്ക് മാതൃകയാവേണ്ട പ്രവാചകൻ മനുഷ്യനായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു മലക്കുകളെ അയക്കാതെ മനുഷ്യന്മാരിലേക്കുള്ള റസൂലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ കൂട്ടത്തിൽ അവസാനം വന്ന ആ കണ്ണിയുടെ അന്ത്യം കുറിച്ചു കൊണ്ടുവന്ന ഖാതമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളയും മനുഷ്യൻ തന്നെയാണ്, സംശയിക്കേണ്ടതില്ല. അത് അല്ലാഹു തന്നെ ആ റസൂലിനോട് പറയാൻ കൽപ്പിച്ചതുകൊണ്ട് ആ റസൂല് തന്നെ നമ്മളോട് പഠിപ്പിച്ചതാണല്ലോ. അത് അല്ലാഹു പറഞ്ഞു കൊടുത്തതാണ്. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖുൽ, ഓ നബിയേ, നിങ്ങൾ പറയണം, നിങ്ങൾ പഠിപ്പിക്കണം ജനങ്ങളെ. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് കേട്ടോ. പക്ഷേ യൂഹാ ഇലയ്യ, നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത എനിക്കുണ്ട്. അത് ഏറ്റവും ഉന്നതമായ പ്രത്യേകതയാണ്. അത് അല്ലാഹു തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന്? യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾക്കുള്ള ഇലാഹ്, നിങ്ങൾക്കുള്ള ആരാധ്യൻ അവൻ ഏകനാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അങ്ങനെ ബോധനം നൽകപ്പെടുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനെന്ന് അല്ലാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു വചനത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യൻ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനല്ല എന്ന് പറയാൻ കഴിയില്ല. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമാണോ? ഒരിക്കലുമല്ല. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമാണോ? അല്ല എന്നത് പോയിട്ട് ആ റസൂലുള്ളാഹിയിൽ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് വിശ്വസിച്ച് വന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുമല്ല അല്ലാഹുവിന്റെ റസൂൽ. ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിൽ പ്രഥമ സ്ഥാനമുള്ള ഔലിയാക്കളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവല്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഈ ഉമ്മത്തിലെ ഏറ്റവും മുമ്പനെന്നും ഈ ഉമ്മത്തിലെ ഒന്നാം സ്ഥാനമുള്ള വ്യക്തിയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുമല്ല അല്ലാഹുവിന്റെ റസൂല്. അതിനേക്കാൾ ഉന്നതമായ മഹത്വമുള്ള റസൂലാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ. അസാധാരണത്വം പല കാര്യങ്ങളിലുമുണ്ട്. പക്ഷേ അത് വ്യത്യസ്തമായി വ്യക്തമായി തന്നെ ഓരോന്നിലുമുള്ള വ്യത്യാസം എന്തെന്ന് കൃത്യമായി മുസ്ലിമീങ്ങൾ പഠിക്കാൻ അത് അല്ലാഹു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിയും വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ മനുഷ്യരിൽ സംഭവിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റസൂലുള്ളാഹിയിൽ സംഭവിക്കുമെന്നാണോ? ഒരിക്കലും അല്ല. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാർക്കും
അല്ലാഹു ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അത് എനിക്കോ നിങ്ങൾക്കോ നൽകിയിട്ടില്ലാത്തതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് ആ കാര്യം. ഓ മനുഷ്യരെ, നിങ്ങളിൽ ഓരോരുത്തരുടെ കൂടെയും ഒരു ശൈത്താനുമുണ്ട്. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ശൈത്താനുണ്ട്, അതുപോലെ തന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബാ കിറാം ചോദിച്ചല്ലോ നബിയോട്, നബിയേ അങ്ങയുടെ വിഷയവും അങ്ങനെ തന്നെയാണോ? നബിയേ നിങ്ങളുടെ കൂടെയും ശൈത്താനുണ്ടോ? നിങ്ങളുടെ കൂടെയും മലക്കുണ്ടോ? ഈ രണ്ടാളുകളും നബിയേ നിങ്ങളുടെ കൂടെയും ഉണ്ടോ എന്ന് ചോദിച്ച അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. എന്താ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതേ ജനങ്ങളെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. എൻ്റെ കൂടെയും ഒരു ശൈത്താനുണ്ട്, എൻ്റെ കൂടെയും ഒരു മലക്കുമുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആ ശൈത്താനിൻ്റെ വിഷയത്തിൽ റബ്ബ് എന്നെ സഹായിച്ചിരിക്കുന്നു. എൻ്റെ കൂടെയുള്ള ശൈത്താന് നിങ്ങളെ കൂടെയുള്ള ശൈത്താനെ പോലെയല്ല. എൻ്റെ കൂടെയുള്ള ശൈത്താൻ ലാ യഅ്മുറുനീ ഇല്ലാ ബിഖൈർ, എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കുന്നതല്ല. നിങ്ങളോട് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ശൈത്താനെ പോലെയല്ല. എൻ്റെ കൂടെയുള്ള ആ ദുഷ്ടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ദുഷ്ടത്തരത്തിന് പ്രേരിപ്പിക്കാൻ കഴിയാത്ത നിലക്ക് അവന്റെ വിഷയത്തിൽ റബ്ബെന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ വെച്ച് മനസ്സിലാക്കിക്കോ സുഹൃത്തുക്കളെ, പ്രവാചകന്മാർക്കും തെറ്റുകൾ ചെയ്യാൻ കഴിവുള്ള പ്രകൃതം തന്നെയാണ്. അവർ മലക്കുകളല്ല, മനുഷ്യര് തന്നെയാണ്. മനുഷ്യനൊരു പ്രകൃതമുണ്ട്, മനുഷ്യന്റെ മനസ്സിന്റെ പ്രകൃതം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഫുജൂർ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന മനസ്സാണ്, തഖ്വ ചെയ്യാനും തോന്നിപ്പിക്കുന്ന മനസ്സാണ്. രണ്ടിനും തോന്നിപ്പിക്കുന്ന മനസ്സാണ്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ തഖ്വയല്ലാതെ ഫുജൂറിനുള്ള തോന്നലുകളില്ല. ആ നിലക്കുള്ള ഒരു ഇസ്മത്ത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. ആ പ്രത്യേകമായ സുരക്ഷിതത്വം റസൂലുള്ളാഹി അടക്കം സർവ്വ അമ്പിയാക്കന്മാർക്കും അല്ലാഹു കൊടുത്തത് കൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് അവരെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അമ്പിയാക്കന്മാർ, അവരിൽ പ്രശിഷ്യ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹി അടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മഅസൂമുകൾ തന്നെ. ഒരു പാപവും ചെയ്യാൻ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള നിർദ്ദേശം വരാതെ കൃത്യമായി പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ കാവൽ ഏർപ്പെടുത്തപ്പെട്ട മഹാന്മാരാകുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അമ്പിയാക്കൾക്ക് കാവലുണ്ട്. അവർക്ക് പ്രത്യേകമായി പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വമുണ്ട്. ഞാനോ നിങ്ങളോ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ കാവലുണ്ടായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാർക്കും ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ കാവലുണ്ട്, ഇസ്മത്തുണ്ട്. ആ പ്രത്യേകത അവർക്ക് ലഭിച്ചത് അവർ ഈ ലോകത്ത് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മാതൃകാ പുരുഷന്മാരാണ്. ജനങ്ങൾക്ക് മാതൃകയാവേണ്ട വ്യക്തികളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ കാവല് നൽകുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ വെറുക്കുന്ന മാരകമായ രൂപത്തിൽ പ്രബോധിതരായ ജനങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന രൂപത്തിലുള്ള മാരകമായ ജനങ്ങൾ വെറുക്കുന്ന നിലക്കുള്ള രോഗങ്ങളോ ആ നിലക്കുള്ള സ്വഭാവങ്ങളോ ഉത്തരവാദിത്തങ്ങളിൽ കൃത്യനിർവഹണത്തിന്റെ വിഷയത്തിൽ കൃത്യവിലോപം വരുത്തുന്ന ഒരു വഞ്ചനയോ അഥവാ ഖിയാനത്തിന്റെ പ്രകൃതം അമ്പിയാക്കന്മാർക്കില്ല. അവർ മുഴുവനും അമാനത്ത് നിലനിർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ കള്ളം പറയുന്നവരല്ല, സർവരും സത്യസന്ധന്മാരാണ്. ഇങ്ങനെ സത്യസന്ധത എന്ന ലക്ഷണവും അതുപോലെ തന്നെ വിശ്വസ്തത എന്ന ഏറ്റവും വലിയ ഗുണവും പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വവും എല്ലാ വിഷയങ്ങളിലും കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധികൂർമ്മതയും
ജനങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന നിലക്ക്, വെറുപ്പിക്കുന്ന നിലക്കുള്ള, അകറ്റപ്പെടുന്ന നിലക്കുള്ള ദുഷിച്ച സ്വഭാവങ്ങളോ മാരകരോഗങ്ങളോ ഇല്ലാതെ തന്നെ എല്ലാ നിലക്കും മഹത്വമുള്ള അമ്പിയാക്കന്മാര് സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ അതിലൂടെ അവർക്ക് നൽകപ്പെടുന്നു. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നവരല്ല മുജാഹിദുകൾ. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കാതെ പഠിച്ചു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മെപ്പോലെയുള്ള ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു മനുഷ്യരാണ്. ആ നിലക്ക് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ മുജാഹിദുകൾ പറയുന്നു എന്ന് ധരിക്കരുത്. തന്നെയുമല്ല സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു വിശേഷണം ഇത് മുജാഹിദുകൾ മാത്രം പറയുന്നതല്ല. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞതാണല്ലോ. ആ ഖുർആനിൽ പറഞ്ഞ അതേ കാര്യത്തിന് പരിഭാഷ നൽകിയപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷ എന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% കൂറ് പുലർത്തുന്ന പരിഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫത്ഹുൽ അലീം ഫീ തഫ്സീരിൽ ഖുർആനിൽ അലീം എന്ന് പറയുന്ന ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും അബ്ദുറഹ്മാൻ മഹ്ദൂബി പൊന്നാനി തിരൂരങ്ങാടി ഖാദി എഴുതിയ ആ പരിഭാഷയിൽ നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിനോട് സമാനമായ ഒരായത്ത് സൂറത്ത് ഫുസ്സിലത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രിക്കീൻ. ആ ആയത്തിനെ വിശദീകരിക്കുന്നത് കേട്ടോളൂ. എന്താണ് അതിന് അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത്? ഇത് മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അപരാധം പറഞ്ഞു എന്നല്ലേ പറയുന്നത്. കേട്ടോളൂ സുഹൃത്തുക്കളെ, എന്താണ് അതിന്റെ അർത്ഥം കൊടുത്തതെന്ന്. നബിയേ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. സക്കാത്ത് കൊടുക്കാതിരിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് വമ്പിച്ച നാശം. ഇനി കേട്ടോളൂ സുഹൃത്തുക്കളെ, അദ്ദേഹം അതിന് നൽകുന്ന വ്യാഖ്യാനം കേട്ടോളൂ. പ്രകൃത്യ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പ്രകൃത്യ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഇത് മുജാഹിദിന്റെ പരിഭാഷയിൽ നിന്നല്ല വായിച്ച് കേൾപ്പിക്കുന്നത്. ഏറ്റവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തോട് 100% കൂറ് പുലർത്തുന്ന പരിഭാഷ എന്ന് കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ മാസികകളിലൂടെ വാരികകളിലൂടെ പരസ്യം ചെയ്യപ്പെട്ടിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ മഹ്ദൂമി അവറുകളാൽ വിരചിതമായ ഖുർആൻ പരിഭാഷയുടെ വ്യാഖ്യാനത്തിൽ നിന്ന് കേൾപ്പിക്കട്ടെ. പ്രകൃത്യ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ അല്ലാഹുവിങ്കൽ നിന്ന് വഹ്യ് ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണ്ണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. അതല്ലേ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ വായിക്കുകയും പറഞ്ഞു കേൾപ്പിച്ചത്. മനുഷ്യൻ തന്നെയാണ്, സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ വഹീ ലഭിക്കപ്പെടുന്നു എന്നതിനാൽ അവർണ്ണനീയമായ, വർണ്ണിച്ചാലൊടുങ്ങാത്തത്ര ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിലൂടെയുണ്ട്. അതിലാർക്കും തർക്കമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബ്രീലിനെ കാണുന്നത് കൊണ്ടല്ലേ. ജിബ്രീലിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ. ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഖദീജത്ത് റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് സ്വഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധസന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടല്ലോ, ജിബ്രീലിനെ റസൂലുള്ള മാത്രം കണ്ടല്ലോ. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂൽ ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ശബ്ദം കേട്ടിട്ടുമില്ല. അതാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു, മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു, മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ള ഒരുക്കാൻ നിന്നപ്പോ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയത്തേക്ക് മുന്നോട്ട് നീങ്ങുന്നു. അതേ സ്പീഡിൽ തന്നെ റസൂലുള്ള യഥാ പിന്നോട്ടും അങ്ങ് നാലടി വെച്ചുകൊണ്ട് പിന്നോട്ടും നീങ്ങുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്താകെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, ഓ നബിയേ, പതിവിന് വിപരീതമായി അങ്ങ് നിസ്കരിച്ചപ്പോഴെന്തേ കുറച്ച് സമയത്തേക്കൊന്ന് മുന്നോട്ട് നടന്നതെന്തേ, കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പിന്നോട്ടും നടന്നതെന്തേ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, നിസ്കാരത്തിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ കാഴ്ച ബാക്കിൽ നിസ്കരിക്കുന്ന സഹാബിമാര് കണ്ടിട്ടില്ലല്ലോ. റസൂലുള്ള നിസ്കാരത്തിൽ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫവാക്കിഹുകൾ അഥവാ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ, അതിലെ മുന്തിരിക്കുലയും അതേപോലെ തന്നെയുള്ള പഴക്കുലകൾ കണ്ടപ്പോ ഞാനൊന്ന് അതിലേക്ക് വലിക്കാൻ വേണ്ടി എൻ്റെ കൈ നീട്ടിയതാണ് സഹാബത്തെ. അത് റസൂലുള്ളാഹിയല്ലേ കണ്ടുള്ളൂ, മറ്റാരെങ്കിലും അത് കണ്ടോ? അതാ പറഞ്ഞത് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള സഹാബിമാരാകുന്ന മനുഷ്യന്മാര് കാണാത്ത പലതും റസൂലുള്ള കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു, എനിക്ക് നരകവും കാണിക്കപ്പെട്ടു. അതേ നൃത്തത്തിൽ തന്നെ അതിന്റെ ഭീകരത കണ്ടപ്പോ ഞാനങ്ങ് ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി. ഇത് സഹാബത്ത് കണ്ടിട്ടുണ്ടോ? ഇത് റസൂലുള്ളയല്ലേ ഈ കാഴ്ച കണ്ടത്? അത് അല്ലാഹുവിന്റെ റസൂലിന് ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അതേ അവസരത്തിൽ പല കാര്യങ്ങളും റസൂല് കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും അദൃശ്യമായത് റസൂലുള്ള കേട്ടിട്ടുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളും റസൂലുള്ള അറിയാതെയും പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനത്ത് തന്നെ താമസിക്കുന്ന അവസരത്തിൽ മദീനത്തെ പള്ളി അടിച്ചു വാരാൻ വേണ്ടി കൃത്യമായി വന്നിരുന്ന ഒരു സഹാബ വനിതയുണ്ടായിരുന്നു. ഒരു ദിവസം റസൂലുള്ള മസ്ജിദുൻ നബവിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പള്ളിയിൽ വൃത്തിയാക്കാൻ വരാറുള്ള സഹോദരിയെ കാണുന്നില്ല. ആ അവസരത്തിൽ റസൂലുള്ള ചോദിക്കുന്നു, ഓ സഹാബത്തെ, എവിടെ പോയി ആ സഹോദരി എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാര് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, അവരിന്നലെ വഫാത്തായി പോയി നബിയേ, അവരിന്നലെ മരിച്ചുപോയി നബിയേ, ഞങ്ങൾ അവരെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ബഖീൽ കൊണ്ടുപോയി, ഞങ്ങൾ അവരെ കൊണ്ടുപോയി മറമാടി നബിയേ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ആ വിവരം എന്നെ അറിയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ മരണവാർത്ത എന്നെ അറിയിച്ചില്ല? എന്നിട്ട് റസൂലുള്ള പരിഭവം സഹാബത്തിനെ അറിയിച്ചതോടൊപ്പം അവസാനം റസൂൽ അവരോട് ആവശ്യപ്പെടുന്നു, നടന്നതൊക്കെ നടന്നു, നിങ്ങൾ എന്നെ അറിയിക്കാത്തതിന് ഇനി നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ നിങ്ങളോട് എനിക്കൊരപേക്ഷയുണ്ട്. ദുല്ലൂനി അലാ ഖബരിഹാ, നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ആ സഹോദരിയെ ഖബറടക്കിയതെങ്കിൽ ആ ഖബർ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? സഹാബത്തിന്റെ കൂടെ റസൂലുള്ള മഖ്ബറയിലേക്ക് പുറപ്പെടുന്നു.
സഹാബത്തദാ പുതുമണ്ണുള്ള ഖബർ കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് ആ സഹോദരിക്ക് വേണ്ടി ഖബറിൽ നിന്നുകൊണ്ട് ജനാസ നിസ്കാരം നിർവഹിച്ചല്ലോ. ഇത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ആ മസ്അലയിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്, ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന മസ്അല പഠിപ്പിക്കാനല്ല സൂചിപ്പിച്ചത്. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഒരാൾ ഖബറടക്കം നടക്കുന്ന അവസരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഖബറടക്കം കഴിഞ്ഞതിന്റെ ശേഷമാണ് എത്തിപ്പെടുന്നതെങ്കിൽ, അയാൾക്ക് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള നിസ്കാരം ആ ഖബറിന്റെ സമീപത്ത് വെച്ച് നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്ന മസ്അല കൂടി ഇതിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ഈ സംഭവം നിങ്ങളെ കേൾപ്പിച്ചത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. അതേ അവസരത്തിൽ അതാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നടന്ന, റസൂൽ ജീവിച്ചിരിക്കുന്ന മദീനയിൽ നടന്ന ഒരു മരണം റസൂൽ അറിയാത്ത അതേ റസൂൽ തന്നെ അതാ മദീനയിൽ നിന്ന് എത്രയോ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അബ്സീനിയ എന്ന് പറയപ്പെടുന്ന, എത്യോപ്യ എന്ന് ഇന്നറിയപ്പെടുന്ന ആ പ്രദേശത്തുള്ള രാജാവ് മരണപ്പെട്ട വിവരം മദീനയിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി അറിയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ, ഓ എന്റെ സഹാബത്തെ, നിങ്ങളുടെ സഹോദരനതാ മുസ്ലിമീങ്ങളില്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച്, അഥവാ നിങ്ങളുടേതല്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് മരിച്ചു പോയിരിക്കുന്നു, വഫാത്തായി പോയിരിക്കുന്നു. അതുകൊണ്ട് നബി സഹാബത്തിനെയും കൂട്ടിക്കൊണ്ടതാ മുസല്ലയിലേക്ക് പോയിക്കൊണ്ട് ആ നജാശി രാജാവിന് വേണ്ടി ജനാസ നിസ്കാരം നടത്തുന്നു. ഈ സംഭവവും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതിലൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. മദീനത്ത് തന്നെ ഏതാനും വാരയപ്പുറത്ത് നടക്കുന്ന മരണവിവരം റസൂലുള്ളാഹി അറിയുന്നില്ല. അതേ അവസരത്തിൽ അതേ മുഹമ്മദുർ റസൂലുള്ളാഹി തന്നെ താൻ ഇരിക്കുന്ന മദീനയിൽ നിന്ന് എത്രയോ ദൂരത്തുള്ള മരണവിവരം റസൂലുള്ളാഹി അറിയുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് മദീനയിലുള്ള ഒരു മരണം പോലും അറിഞ്ഞില്ല എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഒരു അദൃശ്യവും അറിയില്ല എന്ന് പറയണോ? പറയാൻ പാടില്ല. അതേ അവസരത്തിൽ എത്രയോ ദൂരത്തുള്ള നജാശി രാജാവിന്റെ മരണം റസൂലുള്ളാഹി അറിഞ്ഞല്ലോ എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ ദൂരത്തുള്ള മറഞ്ഞ കാര്യങ്ങളും മുഹമ്മദുർ റസൂലുള്ളാഹി എപ്പോഴും ഇടവിടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും പറയാനൊക്കുമോ? സാധ്യമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതം അങ്ങനെയാണ്. റസൂലാണെന്ന നിലക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന അദൃശ്യ കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അറിയിച്ചു കൊടുക്കും. അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കും. അത് അടുത്താണെങ്കിലും അകലെയാണെങ്കിലും. അതേ അവസരത്തിൽ അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എല്ലാ അവസരത്തിലും അടുക്കയോ അകലെയോ ഉള്ളതൊക്കെ കാണാനോ അറിയാനോ അല്ലാഹുവിന്റെ റസൂലിനൊട്ട് സാധിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കാനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത്. അതല്ലാതെ റസൂല് അറിയാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൊച്ചാക്കാൻ പോകുന്നവരല്ല. അറിയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയും പോലെ റസൂൽ അറിയും എന്ന് വിശ്വസിക്കുന്നതും ഇസ്ലാമല്ല. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് എന്താ പാടി പുകഴ്ത്തുന്നത്? അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് وأعلم نبت الأرض كم من نباتة وأعلم موج البحر كم هي موجتي. അല്ലാഹുവിന്റെ അറിവുകളൊക്കെ എനിക്കറിയാം, അതിന്റെ അക്ഷരങ്ങൾ പോലും എനിക്കറിയാം, കൃത്യമായി ഞാൻ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്ത് എത്ര മണൽത്തരികളുണ്ടോ ആ മണൽത്തരികളുടെ എണ്ണം വരെ എനിക്കറിയാം. ഈ ലോകത്ത് എത്ര തന്നെ സമുദ്രങ്ങൾ ഉണ്ടെങ്കിലും ആ സമുദ്രങ്ങളിൽ എത്ര തിരയടിക്കുന്നു എന്ന് എനിക്കറിയാം. ഈ ലോകത്ത് എത്ര ചെടികളുണ്ടോ മരങ്ങളുണ്ടോ അവയെക്കുറിച്ചെല്ലാം കൃത്യമായി എനിക്കറിയാം. ഇതാര് പറഞ്ഞു എന്നാ പറയുന്നത്? ശൈഖ് ജീലാനിയുടെ പേരിൽ പറയുന്നില്ലേ?
അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചു വരെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ നേരത്തെ വിശദീകരിച്ച രൂപത്തിലാണെങ്കിൽ, അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ കാലഘട്ടത്തിന് ശേഷം ജീവിച്ച ആളുകളെ പറ്റി പോലും വിശ്വസിക്കാനാവാത്ത പലതുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അവസരം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മനുഷ്യർ തന്നെയാണ്. അവരെ നമ്മെപ്പോലെ ഒരു പ്രത്യേകതയുമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടി വടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂൽ വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്തുപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന് വേണ്ടി സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്. ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ഈ വസ്തുതകളെ ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ബറക്കത്ത് പറയുന്നത്, റസൂലുള്ളാഹിയുടെ വിയർപ്പിന്റെ ബറക്കത്ത് പറയുന്നത്, റസൂലുള്ളാഹിയുടെ വസ്ത്രത്തിന്റെ ബറക്കത്ത് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ, കേരളത്തിലെ, അതേപോലെ തന്നെയുള്ള പല സ്ഥലങ്ങളിലെയും കള്ള ഔലിയാക്കന്മാരുടെ മുടിയുടെ ബറക്കത്ത് പറയാൻ, വിയർപ്പിന്റെ ബറക്കത്ത് പറയാൻ, തുപ്പുനീരിന്റെ ബറക്കത്ത് പറയാനാണ് ഉപയോഗപ്പെടുത്തുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ആ റസൂലിന്റെ ഒരു മുടിക്ക് വേണ്ടി ഈ പാവപ്പെട്ടവനും തിരക്ക് കൂട്ടും എന്നതിൽ സംശയമില്ല. റസൂലുള്ളാഹിനോടുള്ള മഹബത്താണത്. പക്ഷേ ഇന്ന് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് നബിയുടേതായ ആ രൂപത്തിലുള്ള അസറുകളാണ്, ആസാറുകളിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. മുടിമുക്കിയ വെള്ളം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലേലം ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അവശിഷ്ടങ്ങളിൽ ഒന്നും ബാക്കിയുള്ളതായി രേഖപ്പെടുത്തപ്പെട്ട നിലക്ക്, സഹീഹായ നിലക്ക് വന്നിട്ടില്ല. റസൂലുള്ളാഹിയുടെ പേരിൽ കള്ള ഹദീസുകൾ വരെ ഉണ്ടാക്കുന്ന കാലത്ത് റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് പലരും പലയിടത്തും പ്രദർശിപ്പിക്കുമ്പോൾ അത് റസൂലുള്ളാഹിയുടെ മുടിയാണ് എന്നതിന് ഏത് സനദിന്റെ സഹീഹായ പിൻബലമാവുള്ളത്? എന്നാൽ പലരും റസൂലിന്റെ മുടിയുടെ ബറക്കത്ത് പറയുന്നത്, വിയർപ്പിന്റെ ബറക്കത്ത് പറയുന്നത്, വസ്ത്രത്തിന്റെ ബറക്കത്ത് പറയുന്നത് സുന്ദരിയായ അനുജത്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജ്യേഷ്ഠത്തിയെ ചെലവഴിക്കുന്ന തന്ത്രം കണ്ടിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം വാദോരാതെ പറഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് ആരെയാണ്? നിസ്കരിക്കാത്ത എനിക്ക് 40 തടിയാണ്, ഞാൻ ഇവിടെയും ഉണ്ടാകും, മക്കത്തും ഞാൻ ഉണ്ടാകും, അതേ സമയത്ത് മുക്കത്തും ഞാനുണ്ടാകും. അങ്ങനെ മക്കത്തൗലിയ മുക്കത്ത്, മുക്കത്തൗലിയ മക്കത്ത്, ഒരേ അവസരത്തിൽ തന്നെ 10-40 തടിയാണ്. നിസ്കരിക്കുന്നത് കാണില്ല, നോമ്പെടുക്കുന്നത് കാണില്ല, ആ രൂപത്തിൽ ഒന്നും കാണില്ല. എന്ത് ചോദിച്ചാലും ഞാൻ എപ്പോഴും മക്കയിലാ നിസ്കരിക്കുന്നത്. ശൈഖ് ജീലാനിയുടെ പേരിൽ പോലും മക്കള്ളം പറഞ്ഞിട്ടില്ലേ? മഹാനായ ശൈഖ് ജീലാനി അങ്ങനെ പറഞ്ഞു എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? എന്നോടിതാ ആളുകൾ ചോദിക്കുന്നു, ആളുകൾ എന്നോട് വന്നുകൊണ്ട് ചോദിക്കുന്നു, ആളുകൾ എന്നോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ ശൈഖ് അവറുകളെ നിങ്ങൾ നിസ്കരിക്കാത്തത് എന്ന് ആളുകൾ എന്നോട് ചോദിക്കുന്നു. അവർക്കറിയാമോ ഞാൻ 5 നേരവും നിസ്കരിക്കാറ് മക്കത്ത് വെച്ചാണെന്ന്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് പോലും ഒരു മഹത്വം ഉണ്ടായിട്ടുണ്ടോ? പനി പിടിച്ച് കിടന്നപ്പോ വരെ ഖദ് ഖാമത്തിസ് സലാ,
മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഖദ് ഖാമത്തിസ്സലാ, നിസ്കാരത്തിന് സമയമായി പോയി എന്ന വിളിയാളം കേൾക്കുമ്പോ പനി പിടിച്ച് വീട്ടിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ചുകൊണ്ട് രണ്ട് സ്വഹാബിമാരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് അവിടുന്ന് ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അവസാനത്തെ ദിവസങ്ങളുടെ അവസരത്തിലായി പോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതാ റസൂലുള്ള മദീനത്തെ പള്ളിയിലേക്ക് പോകുന്ന രംഗം സഹാബിമാര് പറഞ്ഞല്ലോ. രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് തൂങ്ങി പിടിച്ചുകൊണ്ട് റസൂല് പള്ളിയിലേക്ക് പോകുമ്പോ ക്ഷീണം കൊണ്ട് കാലിങ്ങനെ തൂങ്ങിക്കളിക്കുന്നു. പെരുവിരലിങ്ങനെ മണലിലൂടെ വരച്ചിട്ടാ പോകുന്നത്. ശരീരം നിലത്തുറക്കുന്നില്ല. അത്രയും ക്ഷീണമുള്ള ഘട്ടത്തിൽ പോലും റസൂലുള്ളാഹിയതാ സഹാബത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നു. അതേ അവസരത്തിൽ CM മടവൂരിനെ പറ്റിയുള്ള കറാമത്തേറുന്ന പുസ്തകത്തിൽ പറയുന്നു, മഹാനവറുകൾ നിസ്കരിക്കാറില്ല പോലും. എന്നിട്ടോ നിസ്കരിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ കൈപ്പത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കും പോലും ആ കൈപ്പത്തിയിലേക്ക് നോക്കിയാൽ ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ പരിശുദ്ധ കഅബാലയം തെളിയുന്നു. CM വലിയ മക്കത്തെ പള്ളിയുടെ പരിസരത്ത് വെച്ചതാ മഹാന്മാർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്നു എന്ന പച്ചക്കള്ളം എഴുതി വിട്ടുകൊണ്ട് കാശുണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാരില്ലേ? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനാണോ? അപ്പൊ റസൂലുള്ളാഹി മനുഷ്യനാണ് എന്ന് പറയുമ്പോ ആ റസൂലുള്ളാഹിക്ക് ഉള്ള മഹത്വങ്ങളൊക്കെയുണ്ട്. പക്ഷേ റസൂലിന്റെ മഹത്വം പറഞ്ഞിട്ട് തരത്തിലുള്ള കള്ള ഔലിയാക്കന്മാരുടെ അതേപോലെ തന്നെ പലരുടെയും മഹത്വങ്ങൾ പറയാൻ പോകണ്ട. മാത്രമല്ല ശരിയായ ഒരു വലിയന് പോലും റസൂലുള്ളാഹിയുടെ മുടിയുടെ ആ പ്രത്യേകത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുടിക്കുണ്ടായിരുന്നുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയതിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അവിടുത്തെ വിയർപ്പ് ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത് മുഴുവനും റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകതയായിട്ടാണ്, അവിടുത്തേക്ക് അല്ലാഹു നൽകുന്ന അവസരത്തിലുള്ള ബറക്കത്തായിട്ടാണ് സഹാബിമാര് മനസ്സിലാക്കിയിട്ടുള്ളത്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. എന്നാൽ സുഹൃത്തുക്കളെ, മുജാഹിദുകളുടെ പ്രഭാഷണം ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ പള്ളികളിൽ പോയി ഖുതുബ കേൾക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ വഅളിന്റെ മജ്ലിസുകളിലേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് അവർ പലപ്പോഴും പറയുന്നു, മുജാഹിദിന്റെ വിശ്വാസം റസൂലുള്ള കേവല സാധാരണക്കാരൻ തന്നെ. തെളിവ് പറയുന്നത് എന്താണെന്നോ, മുജാഹിദിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യൻ തന്നെ എഴുതിയിട്ടുണ്ട് പോലും. അതിന്റെ താഴത്തെ വരി വായിച്ചാ മനസ്സിലാകൂലേ? എങ്കിലും ഒരു പാപവും പറ്റാത്ത പരിശുദ്ധന്മാരായിരുന്നു അവരെന്ന് ആശയമല്ലേ പറയപ്പെട്ടിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരിൽ സാധാരണക്കാരാക്കിയത് നമ്മളല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കട്ടെ. ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തതയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാകൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാവൂ. ഇത് മുജാഹിദുകൾ റസൂലുള്ളാഹിനെ കൊച്ചാക്കുന്നു, സാധാരണക്കാരനാക്കുന്നു, റസൂലുള്ളാഹിനെ തെറിവിളിക്കുന്നു, റസൂലുള്ളാഹിനെ കാളയാക്കുന്നു എന്ന് പ്രസംഗിച്ച പേരോട് മുസ്ലിയാർക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ വന്നതാണിത്. അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരിൽ സാധാരണക്കാരനായേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന ഒരു വരി പോലും മുജാഹിദുകൾ എഴുതിയിട്ടില്ല. നിങ്ങൾ തലയും വാലും മുറിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ഉസ്മാൻ ഡോക്ടറുടെ ഒരു ലേഖനം നിങ്ങൾ മുജാഹിദുകളുടെ വാരികയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് സാധാരണക്കാരന്റെ കാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ, സാധാരണക്കാരന്റെ കേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്തേ നിങ്ങൾ വായിക്കാതെ വിട്ടുപോയി? റസൂലുള്ളാഹിക്ക് സാധാരണക്കാരന്റെ കാഴ്ചയും കേൾവിയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ?
റസൂലുള്ള ജിബ്രീലിനെ കണ്ടിട്ടില്ല എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. റസൂല് ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടില്ല എന്നല്ലേ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം മുജാഹിദുകൾക്കില്ല. അത് കെട്ടിച്ചമക്കുന്നതാണ്. ആ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാകുമല്ലോ. ഈ നിലക്ക് എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിക്കെതിരെ മനസ്സറിഞ്ഞുകൊണ്ട് നിന്ദയുടെ ഒരു വാക്കുപോലും പറയുന്നവരല്ല സലഫികൾ. മുജാഹിദുകൾ അത് പറയുന്നവരല്ല. കുട്ടികളെ അവരത് പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തോടുള്ള മഹബത്ത് വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തികളിൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളുടെ നേതാവ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട മാതൃകയുണ്ട്. ആ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് ഇനി ശ്രോതാക്കളെ പറ്റിക്കാനോ വട്ടം കറക്കാനോ പേരോടടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഇനി ശ്രമിക്കേണ്ടതില്ല. ജനങ്ങൾ ഉത്ബുദ്ധരാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ എന്താണോ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, സ്വഹീഹായ ഹദീസുകളിൽ എന്താണ് റസൂലുള്ളാഹിയുടെ വർണ്ണനകൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതൊന്നൊഴിയാതെ അംഗീകരിക്കുന്നവർ ഞങ്ങൾ തന്നെയാണ്. അത് അല്ലാഹു പഠിപ്പിച്ചതാണ്. ഒരൊറ്റ മനുഷ്യനും പാടില്ല തന്നെ. അല്ലാഹു തീരുമാനിച്ച ഒരു വിഷയത്തിൽ അല്ലാഹുവിൻ്റെ വിധിക്കെതിരെ നീരസം പ്രഖ്യാപിക്കാൻ, അതിന് വിമുഖത കാണിക്കാൻ ഒരാൾക്കും പാടില്ല തന്നെ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. അതിനോടൊരു വെറുപ്പ് കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അടക്കമുള്ള റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുന്ന ആളുകളാവണോ എന്ത് വേണം? റസൂല് പറയുന്ന ആശയത്തോട് 100% യോജിക്കണം. അവിടുത്തെ തീരുമാനത്തിനോ അവിടുത്തെ അധ്യാപനങ്ങൾക്കെതിരിലോ മനസ്സുകൊണ്ടൊരു വെറുപ്പ് പോലും കാണിക്കുന്നവൻ ഈമാനില്ല എന്നല്ലേ അതിൻ്റെ ആശയം. ഇങ്ങനെ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് അവർ റസൂലുള്ളാഹിയെ പരിഹസിക്കുന്നവരാണ്, റസൂലുള്ളാഹിയെ കൊച്ചാക്കുന്നവരാണ് എന്ന് ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ല. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ പോലും പ്രത്യേകത അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. الله حرم على الأرض أجساد الأنبياء إن الله عز وجل قد حرم على الأرض أن تأكل أجساد الأنبياء. അല്ലാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. ഇത് ഇപ്പോൾ പറയുന്നവരെ കാര്യമല്ല. നിങ്ങൾ പലപ്പോഴും ആക്ഷേപിച്ചില്ലേ, മുജാഹിദുകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജഡം ജീർണിച്ച് നശിച്ചു പോകുന്നതാണ്, അത് ജീർണിച്ച് അളിഞ്ഞു പോകുന്നതാണ് എന്ന വിശ്വാസക്കാരാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ. നിങ്ങൾ അൽമനാർ മാസിക ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നതല്ല. ഈ ഉള്ളവൻ തന്നെ ഷാർജയിൽ ചെന്ന ഉടനെ നടത്തിയ പരലോക വിശ്വാസം എന്ന ഒരു പ്രഭാഷണ പരിപാടി കേട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വെച്ച് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അതാ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ജഡത്തെ, അമ്പിയാക്കളുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന്. അല്ലാഹു അതാ ഭൂമിക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീസ് അന്നേ വിശദീകരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ അത് പേടിച്ചിട്ട് മാറ്റി പറയുന്നതല്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചതിനപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട.
ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഞാൻ ഇവിടെ വെച്ച് വിശദീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം നാം വിശദീകരിച്ചപ്പോ പല ആശയങ്ങളും ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരും ഈ ലോകത്ത് വന്ന് പ്രഥമവും പ്രധാനവുമായി പഠിപ്പിച്ച ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആദർശമാണെന്ന് പറഞ്ഞിരുന്നു. ആ ആദർശത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പേരോട് മുസ്ലിയാരടക്കമുള്ള ആളുകൾ ആ ആശയമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നതിന് തെളിവായിക്കൊണ്ട് അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ മദ്ഹ് പറഞ്ഞ ഒരു വ്യക്തിയുടെ പുസ്തകം ഞാൻ ഇവിടെ നിന്ന് വായിച്ചിരുന്നു. ഏതാണ് ആളെന്നറിയോ? KVM പന്താവൂര്, KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. അത് ഞങ്ങൾ ഉദ്ധരിക്കാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ അയാളുടെ പുസ്തകം വാങ്ങാനും വായിക്കാനും ഒക്കെ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ മാസികയിൽ അയാളെക്കുറിച്ച് മദ്ഹ് വന്നു, നിങ്ങൾ എഴുതി. കാന്തപുരം വിഭാഗത്തിന്റെ മാസികയിൽ, റിസാല മാസികയിൽ അയാളെ സംബന്ധിച്ച് നിങ്ങൾ മദ്ഹ് എഴുതിയിട്ടുണ്ട്. സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളാണ്. സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്ന് മാത്രമല്ല, സുന്നി ആദർശത്തിലെ അറിയപ്പെട്ട കുലപതിയാണ് അദ്ദേഹം എന്നൊക്കെയുള്ള ആശയങ്ങൾ കണ്ടപ്പോ, നിങ്ങൾക്ക് വലിയ ബഹുമാനമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായപ്പോ അയാളുടെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളൊന്ന് വായിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അയാളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നത് പലതും ഇസ്ലാമിന്റെ ആശയത്തിന് കത്തിവെക്കുന്ന ആശയങ്ങളാണല്ലോ. അതൊന്നും ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. ില്ലെങ്കിൽ പാവപ്പെട്ട എത്രയോ മുസ്ലിം സഹോദരന്മാര് ഈ രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക്, ശിർക്ക് ബിദ്അത്തുകളിലേക്ക് പോകുമല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ അയാളുടെ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിദേശങ്ങളിൽ പോലും കിട്ടുന്ന അവസരങ്ങളിൽ ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ തുടങ്ങിയതുപോലെ ഈ നാദാപുരത്ത് വന്ന് ഈ ഉള്ളവൻ പ്രസംഗിച്ചപ്പോഴും പന്താവൂരിന്റെ പുസ്തകത്തിലെ ചില ഉദ്ധരണികൾ കേൾപ്പിച്ചിരുന്നു. അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് ഇസ്ലാമിന്റെ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് എന്ന് തെളിവ് സഹിതം പറഞ്ഞപ്പോ ഇവിടെ പ്രസംഗിച്ച പേരോട് മുസ്ലിയാർക്ക് അതിനെ തള്ളിക്കളയാൻ, അത് അംഗീകരിക്കാനും വയ്യ, തള്ളാനും വയ്യാത്ത ഘട്ടമായപ്പോ ഇവിടെ വെച്ചയാൾ പ്രഖ്യാപിച്ചു, പല സ്ഥലത്തും പ്രഖ്യാപിച്ചതുപോലെ, എന്ത്? അയാൾ മാനസിക രോഗിയാണ്. KVM പന്താവൂരിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അയാൾ മാനസിക രോഗിയാകുന്നു. അതിന് മാനസിക രോഗിയാന്നുള്ളതിന് തെളിവെന്താ പറഞ്ഞത്? പുസ്തകം വായിച്ചിട്ട് ഒരു നിലക്കും വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ കഴിയുന്നില്ല. ഏത് പാറയും വ്യാഖ്യാനിച്ച് ചേറാക്കാൻ കഴിവുള്ള ആളാണ് പേരോട് മുസ്ലിയാർ. പക്ഷെ അയാൾക്ക് ഇത് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ വായിച്ചാലും അബദ്ധമാണ്. അപ്പൊ അയാൾ ഞാൻ സുന്നി തള്ളാമെന്ന് മാത്രമല്ല, ഇവിടെ പ്രസംഗിച്ചു അയാൾ മാനസിക രോഗിയാണ്. മാനസിക രോഗിയാന്നുള്ളതിന് തെളിവെന്താ പറഞ്ഞത്? അയാൾക്ക് മാനസിക രോഗം ഉണ്ട് എന്നുള്ളതിന് തെളിവ് പറഞ്ഞത് അയാളുടെ ഫത്തുഹുൽ മൊഴീന്റെ പരിഭാഷ വായിച്ചിട്ട് പറഞ്ഞു, ഇതിലൊരുപാട് അശ്ലീലങ്ങളുണ്ട്, കേൾക്കാൻ കൊള്ളാത്ത അശ്ലീലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അത് വായിക്കുകയും ചെയ്തു. ആ അശ്ലീലങ്ങൾ ഞാനത് ആവർത്തിക്കുന്നില്ല. അത് വായിച്ചിട്ട് മൂപ്പര് പറയണ്, കണ്ടോ ഈ രൂപത്തിലുള്ള അശ്ലീലം എഴുതാൻ ഒരു തലക്ക് സുഖമുള്ള ആൾ ചെയ്യുമോ എന്നാ ചോദിച്ചത്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ, ഇതിനേക്കാൾ വലിയ അശ്ലീലം എഴുതിയ ആളുകളെ നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. നിഷേധിക്കാനാകുമോ നിങ്ങൾക്ക്? AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം തന്നെ അവതാരിക എഴുതിയ പുസ്തകം, പിന്നീട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും അവതാരിക എഴുതിയ പുസ്തകം ഞങ്ങളുടെയൊക്കെ കൈകളിലുണ്ട്. മുസ്ലിയാക്കന്മാരെ, പേരോടക്കമുള്ള ആളുകളൊന്ന് പഠിച്ചു വെക്കണം. പേരോടിനോടൊന്ന് ചോദിക്കട്ടെ, ആ പുസ്തകങ്ങളിൽ നിങ്ങൾ പന്താവൂരിന് ഭ്രാന്താണെന്ന് പറയാൻ തെളിവായിട്ട് ഉദ്ധരിച്ച അശ്ലീലങ്ങളെക്കാൾ 10 മടങ്ങ് അശ്ലീലങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. അയാളെ എന്തേ നിങ്ങൾ പുറത്താക്കാത്തത്? അയാളെ എന്തേ നിങ്ങൾ ഒരിക്കലും ഇപ്പോഴും അംഗീകരിച്ചു കൊണ്ട് നടക്കുന്നത്? ഏതൊക്കെ അശ്ലീലങ്ങളാണെന്ന് വായിക്കണോ, പക്ഷേ എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല, ഞാനത് വായിക്കുന്നില്ല. അത് വായിക്കാൻ ഈ മജ്‌ലിസിൽ കൊള്ളുകയില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതേ അവസരത്തിൽ മാത്രമല്ല സുഹൃത്തുക്കളെ, ആശയപരമാണ് ഇനി പറയുന്ന കാരണം. മറ്റൊന്ന്, അശ്ലീലം എഴുതിയിട്ടുണ്ട്, അതാൾക്ക് മാനസിക രോഗത്തിന് തെളിവെങ്കിൽ ഒരുപാട് അശ്ലീലം എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്.
വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ ഒരു കവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനും അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് പൊന്മള മുസ്ലിയാരാണ്. അതിൽ പറഞ്ഞിട്ടുള്ള തെറിപ്പാട്ടുകൾക്ക് കയ്യും കണക്കുമുണ്ടോ? പലതും അതിൽ എഴുതിയിട്ടില്ലേ? വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് പിന്നെ വായിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ എന്താ പറഞ്ഞത്? ആശയപരമായും മാനസിക രോഗമാണെന്നുള്ളതിന് ആശയപരമായും തെളിവുണ്ട്. എന്താ തെളിവ്? അബ്ദുൽ കരീം ഈ പന്താവൂരി എഴുതിയ ഒരു പുസ്തകം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. സ്ക്രീനിലൊക്കെ അദ്ദേഹം കാണിച്ചു. അയാളത് സ്ക്രീനിൽ കാണിച്ചതന്നെ ഞങ്ങളും അതിവിടെ സ്ക്രീനിൽ കാണിച്ചിരുന്നു. പക്ഷെ അതിന് മറുപടി പറയാതെ മൂപ്പരത് നിഷേധിക്കണം. എന്നിട്ട് പന്താവൂരിന് മാനസിക രോഗമാണ്, അയാൾ കള്ളത്തരീക്കത്തുകാരനാണ്, അയാൾ ഇസ്ലാമികമായിട്ടുള്ള ശരിയായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ വേണ്ടി ഉദ്ധരിച്ച ഒരു വാചകം ഏതാ? ഞാനിവിടെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ദിവസം, അഥവാ ഞാൻ ഈ നാദാപുരത്ത് വെച്ച് ഈ ആദ്യമായിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ ഈ പുസ്തകം സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്നു. എന്താ അതിൽ വായിച്ചിരുന്ന ഭാഗം കേട്ടോളൂ. സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു. ആ സത്ത തന്നെയാണ് അല്ലാഹുവിൻ്റെയും സത്ത. അവരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട്. അല്ലാഹുവിൻ്റെ സത്ത പ്രപഞ്ചത്തിലെ ഓരോ അണുവിലുമുണ്ടല്ലോ, സമ്പൂർണമായും ഉണ്ട്. പക്ഷേ അവതരണമോ ഐക്യമോ അല്ലാതെ അല്ലാഹു അവതരിച്ചിട്ടുമില്ല, ഐക്യപ്പെട്ടിട്ടുമില്ല. അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട്. അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. ഇനി കേട്ടോളൂ, എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുവിനായേ വരൂ. വിഗ്രഹത്തെ ആരാധിച്ചാലും നക്ഷത്രത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും ആരാധന അല്ലാഹുവിനായേ വരൂ എന്ന് പറഞ്ഞൊപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം വായിച്ചിട്ടാണ് പേരോട് പറഞ്ഞിരുന്നത് അയാൾക്ക് ലൂസാണ്, മാനസിക രോഗമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കണ്ടേ, ഈ ഇൻസാനുൽ കാമിൽ എന്ന ഈ പുസ്തകത്തിൽ ഈ ആശയം എഴുതിയത് പന്താവൂരാണോ? പന്താവൂരിന്റെ ഒരു സ്വയം കൃതിയല്ലാത്. അദ്ദേഹം ഒരു കിതാബ് പരിഭാഷപ്പെടുത്തിയതാണ്. അത് അബ്ദുൽ കരീമുൽ ജിയലി എന്ന് പറയുന്ന നിങ്ങൾ ആദരിക്കുന്ന ഒരു പണ്ഡിതൻ, നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഈ കിതാബിന്റെ ട്രാൻസ്ലേഷൻ മലയാള പരിഭാഷയാണ് പന്താവൂർ എഴുതിയിട്ടുള്ളത്. പന്താവൂരിന് മാനസിക രോഗമാക്കി അയാളെ തള്ളുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഈ അബ്ദുൽ കരീമുൽ ജിയലിയെ തള്ളുക. അയാളല്ലേ എഴുതിയത്, അല്ലേ? നിഷേധിക്കുമ്പോൾ നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നോക്കൂ, നിങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ ആശയം തന്നെയാണ് വിവർത്തനം ചെയ്തുകൊണ്ട് KVM പന്താവൂര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് മാനസിക രോഗമാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് മറ്റേയാളെയാണ്. ഇതൊക്കെ വെറുതെ തട്ടിപ്പ് വരല്ലേ? മാത്രല്ല സുഹൃത്തുക്കളെ, ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ട് 1998 ഈ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകം, അതിന്റെ പരിഭാഷ KVM പന്താവൂര് പുറത്തിറക്കുന്നത്. ആ പുസ്തകം ഇറങ്ങി ഒരു കൊല്ലം കഴിഞ്ഞ് 1999 ഈ വിഭാഗത്തിന്റെ റിസാല മാസികയിൽ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെ മദ്ഹ് ചെയ്യുന്നത്? ഈ KVM പന്താവൂരിനെ. ഇപ്പൊ നിൽക്കക്കള്ളില്ലല്ലേ, നിങ്ങൾക്ക് ഒരു പാകമില്ലല്ലേ? അവസാനം ഇപ്പം എന്താ ചെയ്തെന്നറിയോ? ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നിങ്ങളുടെ പല പുസ്തകത്തിലെയും ആശയങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള പല ആളുകളും പാടുനീളെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കത് മാറ്റേണ്ടി വന്നു എന്ന്. അത് പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കി, ഞങ്ങൾക്ക് അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടില്ല, നിങ്ങൾക്കാ മാറ്റേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പതാ സമസ്തയുടെ മുശാവറ കൂടിയിരിക്കുന്നു. AP ഭാഗം സമസ്തയുടെ മുശാവറ. എന്തിനാ മുശാവറ കൂടിയെന്നറിയോ? എപ്പോഴാണെന്നറിയോ? ഇക്കഴിഞ്ഞ നമ്മുടെ നാദാപുരത്തെ പരിപാടിക്ക് ശേഷം അതാ സമസ്തയുടെ മുശാവറ ചേർന്നിരിക്കുന്നു. 40 ആൾ ചേർന്നിട്ട് എന്താ പാസാക്കിയത്? KVM പന്താവൂരിന്റെ സർവ്വ പ്രസിദ്ധീകരണങ്ങളെയും ഞങ്ങൾ തള്ളുന്നു, ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല. അല്ലേ? ഒരാളെ കൊണ്ടല്ല, 40 ആളെ കൊണ്ടാ ഞങ്ങൾ തിരുത്തിക്കണത്. നിങ്ങൾ മുശാവറ തന്നെ കൂടേണ്ടി വരും. ഇനി മുശാവറ പിരിയാൻ നേരണ്ടാവില്ല നിങ്ങൾക്ക്. ഓരോന്നും വായിക്കാണ് ഞങ്ങൾ. എപ്പോഴും മുശാവറ കൂടേണ്ടി വരും. ഇനി ഓരോരുത്തരെ തള്ളേണ്ടി വരും. ഒരാളെ പറയുമ്പോൾ അയാളെ തല്ല, ഒരാളെ പറയുമ്പോൾ മറ്റേ തല്ല. ഇതേ ആശയം നിങ്ങൾ ആദരിക്കുന്ന മുഹയ്യിദ്ദീൻ ഇബ്നു അറബിക്കില്ലേ? മുഹയ്യിദ്ദീൻ ഇബ്നു അറബിയുടെ കൃതികളിൽ ഇതേ ആശയം വന്നിട്ടില്ലേ? നിങ്ങൾ ഭ്രാന്തനാക്കുമോ? തള്ളുമോ? നിങ്ങൾക്ക് തള്ളാൻ സാധിക്കുമോ? അങ്ങനെ എത്ര കൃതികളിൽ ഇപ്പൊ മുശാവറ തന്നെ കൂടേണ്ടി വരും. എന്നാ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ തള്ളിയത് കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾ പറയണം ഇവിടെ ഏതൊക്കെ പുസ്തകങ്ങളാണ് തള്ളുന്നത് എന്ന് പറയണം. അക്കമിട്ട് പറയണം.
KVM പന്താവൂരിന്റെ ഏതൊക്കെ പുസ്തകങ്ങളാണ് തള്ളുന്നത്, അതിൽ ഏതൊക്കെ വരികളാണ് സുന്നത്ത് ജമാഅത്തിനോട് യോജിക്കാത്തത്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ തുറന്നു പറയണം. പറഞ്ഞാൽ തന്നെ ഇനി എന്താ പ്രശ്നം? എത്ര കൊല്ലങ്ങളോളമായി മുസ്ലിമീങ്ങൾ ഇത് വായിക്കാൻ തുടങ്ങിയിട്ട്? ഈ അബദ്ധ വിശ്വാസം വായിച്ചിട്ട് എത്ര മുസ്ലിമീങ്ങൾ മരിച്ചുപോയി? അവരുടെയൊക്കെ കാര്യം നിങ്ങൾ ഏൽക്കുമോ? അവരുടെയൊക്കെ കാര്യം നിങ്ങൾ ഏൽക്കുമോ? ഈ അന്ധവിശ്വാസം ഇന്നും നിങ്ങളുടെ പുസ്തകശാലകളിൽ പലരും ഇന്നും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയണം, നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളാണ്, ഏത് കൊല്ലത്തിലാ മൂപ്പർക്ക് ഭ്രാന്ത് തുടങ്ങിയതെന്ന് പറയണം. മൂപ്പര് ഇവിടുന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ പന്താവൂരിന്റെ പരിഭാഷകളുടെ, പന്താവൂരിന്റെ പുസ്തകങ്ങളുടെ പരസ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. കാരണം ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല ഓഫീസിലിരിക്കുന്നത്, അവിടെയൊക്കെ ഇരിക്കുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടുപോണ്ട എന്ന് മൂപ്പര് ഇവിടുന്ന് പ്രസംഗിക്കാണ്. സ്വന്തം പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്നത് വിശ്വസിക്കണ്ടാന്ന് മൂപ്പരത് പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. നമ്മളെ സുന്നി വോയിസിലോ സിറാജിലോ റിസാലയിലോ ഇയാൾ പിഴച്ച ആളാണെന്നോ ഇയാൾക്ക് സുഖമില്ലാന്നോ ഉള്ള വിവരം അറിയാതെ വല്ല പരസ്യവും കണ്ടുപോയാൽ സുന്നികൾ പെട്ടുപോകരുത്. ഇയാള് കാരണം സുന്നി വോയിസ് പരസ്യം സ്വീകരിക്കാൻ അവിടെ ഓഫീസിൽ ഞാനല്ല ഇരിക്കുന്നത്, കാന്തപുരം ഉസ്താദല്ല ഇരിക്കുന്നത്. അവിടെ ഇതൊന്നും വായിച്ചു പഠിക്കാത്ത സാധാരണക്കാരാ ജോലിക്കാരുണ്ടാവുക. അപ്പൊ പറഞ്ഞതെന്താ? സുന്നി വോയിസിലോ റിസാലിലോ ഒന്നും പരസ്യം കണ്ടാ കുടുങ്ങിപ്പോകരുത്, അവിടെ ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല ഇരിക്കുന്നത്. മറ്റുള്ള ലേഖനത്തിന്റെ കാര്യോ? ബാക്കിയുള്ളതിനൊക്കെ ആരായിരുന്നത്, എന്തായിരുന്നൊരു ഗ്യാരണ്ടി നിങ്ങൾ കേൾക്കാൻ പറ്റുമോ? ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിന്റെ കോലാത്. അതിൽ കണ്ടാലും വിശ്വസിക്കണ്ടാണ്. ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആകെ സുന്നി സമസ്ത എന്ന് പറഞ്ഞ ആരാ? മൂപ്പരും കാന്തപുരം ഉസ്താദോ, വേറുള്ളവരൊക്കെ പൊട്ടന്മാരാ. അതുകൊണ്ടാണ് ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരൊക്കെ പൊട്ടന്മാർ, ഇയാൾ വലിയ ആലിമ് അല്ലേ? ഒരു പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഒരു മാസികയുടെ ആശയങ്ങൾക്ക് അതിലെ ആ പത്രത്തിന്റെ ഓഫീസിൽ, അതല്ലെങ്കിൽ ഓഫീസിലെ ജോലിക്കാർക്കാണോ ബാധ്യത? അതിന്റെ എഡിറ്റോറിയൽ ബോർഡിനല്ലേ? സുന്നി വോയിസിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ പബ്ലിഷർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ? അയാൾക്ക് ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇവരുടെ പ്രസിദ്ധീകരണം എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? അപ്പ പറയും, ഒരു പുസ്തകം വായിച്ച അപ്പ പറയും അത് ഞാനോ കാന്തപുരം ഉസ്താദോ അല്ല അവിടെ ഇരിക്കുന്നത്, അത് വേറെ ഏതൊക്കെ ജോലിക്കാരാണ്. അപ്പൊ അവരാ നിങ്ങളെ അഖീദൊക്കെ എഴുതുന്നതല്ലേ? നിങ്ങളുടെ മാസികയിൽ നിങ്ങൾ ഈ എഴുതുന്ന എല്ലാ അബദ്ധങ്ങളും ജോലിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് മൂപ്പര് വേറൊരിടത്ത് പറയുന്നുണ്ട്, ജോലിക്കാരിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവരെയൊക്കെ ഞങ്ങളെ അഖീദ എഴുതാൻ ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ? എന്നാ അതങ്ങ് തുറന്നു പറഞ്ഞ് ഈ മുസ്ലിമീങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? അതാ നമ്മൾക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, അപ്പൊ എന്താണെന്നറിയോ? പരസ്യങ്ങൾ വന്നപ്പോ മൂപ്പർക്ക് നിൽക്കക്കള്ളില്ല. ഇനി ഇൻസാനുൽ കാമിൽ നിങ്ങൾ തള്ളിൻ. അപ്പൊ ഇൻസാനുൽ കാമിൽ നിങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാര് പ്രശംസ എഴുതിയത് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കും. അത് തള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ നിങ്ങൾ തള്ളുക. ഞങ്ങൾ അംഗീകരിക്കൂല നിങ്ങൾ പറയോ? ഏത് ഈ പേരോട് മുസ്ലിയാർ ഇവിടുന്ന് വായിച്ചില്ലേ? എന്ത് ഈ KVM പന്താവൂരിന് ലൂസാന്നുള്ളതിന് തെളിവ് വായിച്ചില്ലേ? ആ വരി നിങ്ങൾ അംഗീകരിക്കുന്ന അൽ ഇൻസാനുൽ കാമിലുള്ള വരികളാണ്, എന്റെ പരിഭാഷയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മൂപ്പര് പറയണേ KVM പന്താവൂരിന് ഭ്രാന്താണ്. ഭ്രാന്താന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഞങ്ങൾ പലരും അയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾ അത് നിഷേധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയേ അതന്നെ ഇവിടെ സലഫിക്ക് ലൂസാന്നുള്ളതിന് തെളിവ്. ഭ്രാന്തന്മാരോട് ആരെങ്കിലും നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. നേരിട്ടൊന്ന് കേൾക്കുക. അങ്ങനെ ദ്വാരത്തോളൂ അയാൾക്ക് മൗലവിമാർ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ അയാളോട് തന്നെ ചോദിക്കും നിങ്ങൾക്ക് സുഖമുണ്ടോ? എന്നാൽ ചോദിച്ച ആളാരാ നിങ്ങൾ തീരുമാനിച്ചോളി. അത് മുജാഹിദുകളിൽ അച്ചാരം വാങ്ങിയിട്ട് എഴുതുന്നതാണ്. ഇത് പേരോട് വെറുതെ പറയുന്നതല്ല. ഞാൻ അതിന്റെ തെളിവാണ് കാണിക്കാൻ പോകുന്നത്. മൗലവി പറയുന്നത് പന്താവൂരിന്റെ ടെലിഫോൺ നമ്പർ മുജാഹിദുകളായ എല്ലാവരുടെയും കയ്യിലുണ്ട്. ആരെടുത്താ കയ്യിൽ ടെലിഫോൺ നമ്പർ ഉണ്ടാവുക? ടെലിഫോൺ നമ്പർ ഉണ്ടാവുക ആരെടുത്താ? നിങ്ങൾ ക്രൈം ബ്രാഞ്ചിൽ പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക്, അല്ലെ വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നോക്ക്. ഒരാളെ ടെലിഫോൺ നമ്പർ ആരെടുത്താ ഉണ്ടാവുക? ബന്ധമുള്ളവർക്കല്ലേ ടെലിഫോൺ നമ്പർ ഉണ്ടാവുക. അപ്പൊ മുഴുവൻ ടെലിഫോൺ നമ്പറുകളിലും മുജാഹിദുകളുടെ ടെലിഫോൺ നമ്പറുകളിൽ KV മുഹമ്മദ് മൗലവി പന്താവൂരിന്റെ ടെലിഫോൺ ഉണ്ടെന്ന് ഇവിടുന്ന് മൗലവി പ്രസംഗിക്കാണ്. ഓ, ക്രൈംബ്രാഞ്ചിനോട് വലിയ ബന്ധം മൂപ്പർക്ക്. ക്രൈംബ്രാഞ്ചിനോട് തെളിവ് പറയുന്നത് എന്ത്? ക്രൈംബ്രാഞ്ച് നിങ്ങളെ ക്രൈംബ്രാഞ്ച് എന്ന് പഠിപ്പിച്ചത് മുജാഹിദീങ്ങളാ. അത് പറയാൻ നിങ്ങൾക്കറിയോ?
നിങ്ങൾ നവോത്ഥാനത്തിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തൊട്ടാകെ കാടിളക്കി പ്രസംഗിക്കുന്നില്ലേ? ഞങ്ങളവിടെ നവോത്ഥാനത്തിന്റെ ആളുകളിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ, നവോത്ഥാനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നവോത്ഥാനം എന്ന ശുദ്ധ മലയാളം വരെ പറയാനും എഴുതാനും പഠിപ്പിച്ചത് മുജാഹിദുകളാ. അറിയോ? ഈ നാദാപുരത്തിനടുത്തുള്ള കടവത്തൂരിൽ താമസിച്ച് വഫാത്തായി പോയ E.K. മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ ശുദ്ധമായ മലയാളത്തിൽ സംസാരിച്ചിരുന്നു എന്ന ഏക കാരണത്താൽ നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഓമന പേരായിരുന്നു നായർ മൗലവി എന്ന്. അല്ലേ? നിങ്ങൾ നായർ മൗലവി എന്ന് വിളിച്ചിട്ടില്ലേ? എന്താ അദ്ദേഹം ചെയ്ത തെറ്റി? ശുദ്ധമായ മലയാളത്തിൽ സംസാരിച്ചു എന്ന്. അല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അന്നാട്ടുകാരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ലേ? അന്നാട്ടുകാരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ? അപ്പോ നവോത്ഥാനം എന്ന് പറയാനും എഴുതാനും ക്രൈം ബ്രാഞ്ച് എന്ന് പറയാനും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചത് മുജാഹിദുകളാണ്. എന്നിട്ടാണ് നിങ്ങളിപ്പോ അത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നത്. നാ വിഷയത്തിലേക്ക് വരൂ. മൂപ്പരെന്താ പറഞ്ഞത്? ഫോൺ നമ്പർ ഒരാളെടുത്ത് ഒരു ഭ്രാന്തുള്ള ഒരാൾക്കാരുടെ കയ്യിലല്ലേ ഭ്രാന്തന്മാരെ ഫോൺ നമ്പർ ഉണ്ടാവുക? എന്നാ ഞങ്ങളുടെയൊക്കെ കയ്യിൽ പേരോടിന്റെ ടെലിഫോൺ നമ്പർ ഉണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നമ്പർ ഉണ്ട്, പൊന്മളയുടെ നമ്പറുണ്ട്, നിങ്ങളുടെ എല്ലാ പണ്ഡിതന്മാരുടെയും ടെലിഫോൺ നമ്പർ ഞങ്ങളുടെ ഒക്കെ കയ്യിലുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാള്? തീർന്നോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ടെലിഫോൺ നമ്പർ ഇല്ലേ? ആർക്കാ ലൂസ്? നിങ്ങളുടെ പ്രസിദ്ധീകരണം സിറാജ് ഗൈഡിൽ നിങ്ങൾ നിഷേധിക്കുമ്പോൾ കൊണ്ടുവന്ന് കാണിക്കാം. സിറാജ് പുറത്തിറക്കിയിട്ടുള്ള സിറാജ് ഗൈഡിൽ നിങ്ങൾ മുജാഹിദിന്റെ സ്ഥാപനങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ലൂസല്ലേ? ഞങ്ങൾക്ക് ലൂസല്ലേ? ലൂസുള്ളവരെ നമ്പർ എന്തിനാ ഞങ്ങൾ കൊടുത്തത്? ലൂസന്മാരെ, നിങ്ങൾക്ക് ലൂസാ? ചിന്തിക്കേണ്ടതില്ലേ? പിന്നെ സുഹൃത്തുക്കളെ, ഒരാളുടെ കയ്യിൽ ടെലിഫോൺ നമ്പറുള്ളവരൊക്കെ ഭ്രാന്തന്മാരെ. ഇത് ആർക്കും അറിഞ്ഞൂടെ? എന്തിനാണ് വെറുതെ ഈ നാദാപുരത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നത്? മാത്രല്ല പിന്നെ എന്താ തെളിവ് പറയുന്നറിയോ? ഞാൻ മൂപ്പരോട് വിളിച്ചു ചോദിച്ചു പോലും നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് നിങ്ങളുടെ എതിരാളികൾ പറയുന്നുണ്ട്, സത്യാണോ? അത് ചോദിച്ചപ്പോ മൂപ്പരി എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് ഭ്രാന്തന്മാരല്ലേ ചോദിക്കാൻ? അല്ലേ? ഇതാപ്പോ തെളിവ് പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് തോന്നി ശരി എന്നല്ലേ? ആർക്കും തോന്നിയിട്ടില്ല. മൂപ്പരി ആർക്കും തോന്നൂല. കാരണം തലയിൽ ലൂസ് ഇല്ലാത്തവന് മുഴുവൻ അത് മനസ്സിലാകും. ഉദാഹരണം പറയാ, ഇപ്പൊ പേരോട് അബ്ദുറഹ്മാനെ സംബന്ധിച്ച് ഒരാൾ വന്നിട്ട് ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി എഴുതിയെന്ത് പേരോടിന് സുഖല്ലാന്ന് ഒരു എതിര് കക്ഷി പ്രസംഗിക്കുമ്പോ പേരോടിനെ വല്ലാതെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള്, പേരോടിനെ പരിചയമുള്ള ഒരാൾ പേരോടിന്റെ ടെലിഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക, അല്ല ഇങ്ങനെ ഒരു എതിരാളി ഇന്നലെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സുഖല്ല. പേരോട് എന്താ പേരോട് പറയാ? എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ലാതല്ലേ? അപ്പൊ ചോദിച്ചോനും ലൂസ്, മറുപടി പറഞ്ഞ പേരോടും ലൂസ് എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതുകൊണ്ട് ഉദ്ദേശം? അപ്പൊ എന്തിനാണ് ഈ വക പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് സുഹൃത്തുക്കളെ? കിബിർ പറയാണ്, അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്നിട്ടാ മൂപ്പര് ഇവിടെ പ്രസംഗിക്കുന്നത്. മൂപ്പര് പറയാണ്, ലോകത്തുള്ള സർവ്വ മുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട്. ആർക്ക്? പേരോട് അന്ത്രുവിന്. ഇന്നലെ പറഞ്ഞു, ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേരാണത്, ഇന്നങ്ങനെ വിളിച്ചോ, എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. എന്താ കേൾപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ കിബിറ കേൾപ്പിക്കുന്നത്. മറ്റേ ഞാൻ ഇന്നലെ കേൾപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ കിബിർ പറയണത് ലോകത്തുള്ള സർവ്വ മുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട് എന്നാ പറയുന്നത്. കേട്ടോളൂ. അപ്പൊ നിങ്ങൾ വലിയ അറിവുള്ള ആളാണോ? ഞാൻ മുജാഹിദിനെക്കാൾ അറിവുള്ള ആളാണ്. കിബിറായ അയാൾക്കല്ല, അസദായ അയാൾക്കല്ല. ഉറപ്പിച്ച് പറയുന്നത്, ലോകം മുഴുക്കെയുള്ള മുജാഹിദിനെക്കാൾ അള്ളാഹു നോക്കിക്കൊണ്ട് എനിക്ക് വിവരമുണ്ട്. അത് കിബിറാണ്, കിബിറായിക്കോട്ടെ, അല്ലാത്തയിക്കോട്ടെ. എന്തേ ലോകം മുഴുക്കുള്ള സർവ്വ മുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട്. ഇതാരാ പറയല്? ഇത് കിബിറിന്റെ ലക്ഷണമല്ലേ? സർവ്വ മുജാഹിദേ, നീ എന്നെ കാണാൻ വിവരമുണ്ട് എന്ന് പറഞ്ഞോട്ടെ. ലോകത്തുള്ള സർവ്വ മുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട്. അതും പറഞ്ഞിട്ട് ഹറമിലേക്ക് ചെല്ലി നിസ്കരിക്കാൻ ഇമാമത്തിക്കാൻ. അല്ലേ? നിങ്ങൾ മുജാഹിദിന്റെ ഇമാമാന്നല്ല പറയണത്, അല്ലേ? നിങ്ങൾ ഹറമിലുള്ള ഇമാമിങ്ങളൊക്കെ വഹാബികളാന്നല്ല പറയുന്നത്. എങ്ങനെയാ വഹാബിന്റെ ഓത്ത് നിങ്ങൾ ഇവിടെ പ്രസംഗത്തിൽ നിങ്ങളുടെ CD-യിൽ നിങ്ങൾ വഹാബിയുടെ ഖിറാഅത്തല്ലേ കേൾപ്പിച്ചത്? അല്ലേ? അപ്പൊ അതൊന്നും നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കണ്ട. എനിക്ക് ഏറ്റവും വലിയ ഇൽമുണ്ട് സർവ്വ മുജാഹിദിനേക്കാളും. പിന്നെ മൂപ്പരോട് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളിപ്പോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കൂല, എന്റെ അടുത്തുനിന്ന് പഠിക്കാൻ നിങ്ങളില്ല. ഞാൻ നഴ്സറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കൂലേ? ഞാൻ വലിയ വലിയ കിതാബായ ബുഖാരിയൊക്കെ ഓതിക്കൊടുക്കുന്ന ആളാ. കേട്ടോളൂ ആ വാചകം. നിങ്ങളെ ഞാൻ പഠിപ്പിക്കൂലേ? കാരണം എന്റെ അടുത്ത് പഠിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല.
എന്റെ ഒന്ന് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയിലേക്ക് വരും. അത് നിങ്ങളായില്ല, ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. നിങ്ങളായിട്ടില്ല. കുടിച്ചോ നഴ്സറി ക്ലാസ് എടുക്കും. ഞാൻ സഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുന്നുണ്ട് ഉസ്താദിനുള്ളിൽ. നിങ്ങൾ നഴ്സറി കുട്ടികൾ ക്ലാസ് എടുക്കാൻ എനിക്ക് സമയമുണ്ടോ? നിങ്ങളൊന്നും പഠിപ്പിക്കാൻ എന്നെ കിട്ടൂല. നിങ്ങളൊന്നും പഠിപ്പിക്കാൻ എന്നെ കിട്ടൂല. പിന്നെയോ, പിന്നെ പറയണ എന്താണെന്നറിയോ? മലയാളവും അറബിയും അറിയാത്ത മൗലൈമാരെ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് മലയാളം അറിയില്ല, അറബി അറിയില്ല, മൂപ്പരിക്ക് അതൊക്കെ അറിയുള്ളൂ. കേട്ടോളൂ ആ വാചകം. മലയാളവും അറബിയും അറിയാത്ത സലഫി മൗലൈമാരെ പഠിച്ചോ. കേട്ടോ, മലയാളവും അറബിയും അറിയാത്ത സലഫി മൗലൈമാരെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവിടേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് വേറൊന്നും കൂടെ കേട്ടോളൂ. ഞാനിവിടുന്ന് വായിച്ചപ്പോൾ, സാധാരണ നമ്മൾ ഈ സ്പീഡിൽ വായിക്കുമ്പോൾ മുസാഫ് എന്ന് വായിക്കും, മുസാഫ് എന്ന് വായിക്കും. അപ്പൊ മൂപ്പരിനോട് പറയാ, മുസ്ഹഫ് എന്ന് വരെ പഠിക്കാനറിയാത്ത ജാഹില്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഞങ്ങളെ മദ്രസയിൽ പഠിക്കണ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ അറിഞ്ഞൂടെ മീമ് സ്വാദ് ഫ മുസ്ഹഫ് എന്നാ പറയാൻ? അതുവരെ അറിയാത്ത ജാഹിലാണ് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് കേട്ടോളൂ. ഏത് 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം മുസ്ഹഫ് എന്നാണ് ഇതിന് പറയാം. 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലാണെങ്കിൽ മുജാഹിദിന്റെ മദ്രസയെ കുറിച്ചല്ല ഞാൻ പറയാം. മുസ്ഹഫ്, മുസ്ഹഫ്, മീം സ്വാദ് ഫ. കണ്ടോ, ഏത് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാം മീമ് സ്വാദ് ഫ മുസ്ഹഫ് എന്നാ പറയാം. ഇദ്ദേഹം എപ്പോ പ്രസംഗിക്കുമ്പോൾ മുസ്ഹഫ് എന്നൊന്നും പറയാറില്ല. നമ്മളത് പെറുക്കാൻ നടന്നാൽ ഒരുപാട് ഇവിടെ മുസ്ഹഫ് എന്നെ കാണിക്കാൻ. അതേ അവസരത്തിൽ ഈ മൂപ്പര് വലിയ ആലിമാണല്ലോ, ബുഖാരിയൊക്കെ ഓതി കൊടുക്കുന്ന, ലോകത്തുള്ള മുജാഹിദിനെക്കാണൊക്കെ വിവരമുള്ള ഈ ബഹുമാനപ്പെട്ട ആലിം അവറുകള് മൂപ്പര് മസ്അല എന്ന് പറയേണ്ട സ്ഥാനത്ത് മൂപ്പര് എന്താ പറയണെന്നൊന്ന് കേട്ടോളൂ. എന്തിനോടാ ബന്ധം അപ്പൊ മനസ്സിലാവും. എന്തിന് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള മസാല ഉണ്ടാക്കാനേ? കയ്യടിക്കരുത്, പള്ളിയിൽ കൊണ്ടുപോകാനുള്ള മസാല ഉണ്ടാക്കാനേ? കേട്ടോ, കയ്യടിക്കരുത്. ഞാൻ 2-3 തവണയായി പറയുന്ന സുഹൃത്തുക്കളെ, കയ്യടിക്കരുത്, നമ്മുടെ സംസ്കാരമല്ല. ഇനിയും നിങ്ങളത് ആവർത്തിക്കരുത്. ദയവായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സംസ്കാരമേ അല്ല. പലതവണ ഓർമ്മപ്പെടുത്തിയതാണ്. ആ കൂട്ടത്തിൽ മറന്നുപോകണ്ട. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ കേൾപ്പിച്ച്. എന്തിന് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള മസാല ഉണ്ടാക്കാനേ? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള മസാല ഉണ്ടാക്കാനേ. മസ്അല എന്ന് പറയാൻ അറിയാത്ത ജാഹിലീന്ന് ഞാൻ വിളിക്കുന്നില്ല, ആലിമെന്ന് വിളിക്ക. മസ്അല എന്ന് പറയാൻ അറിയില്ല, 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയില്ലേ? അപ്പൊ ഇതൊന്നും ആരും പിടിക്കാറില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും തെരഞ്ഞു പറയാറില്ല. ഇതൊക്കെ നോക്കലാ നമ്മൾക്ക് പണി. പക്ഷെ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്തെറിയുമ്പോ അതിനേക്കാണ് വലിയ മുണ്ടം പടി കൊണ്ട് അങ്ങോട്ട് അടിക്കാണ്.